എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഡു നോട്ട് കമ്മിറ്റ് സൂയിസൈഡ്. ഒരു കാരണവശാലും ആത്മഹത്യക്ക് ശ്രമിക്കരുത്. അതിൽ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ശരിക്കും പറഞ്ഞാൽ കടം വാങ്ങിക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോസിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആത്മഹത്യ. കാരണം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കാറുള്ള വാർത്തകളാണ്. കടം വാങ്ങിച്ചു, കടം തിരിച്ചടയ്ക്കാൻ പറ്റാതെ വലിയ ധനികനായിട്ടുള്ള വ്യക്തി കുടുംബത്തോട് ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്തു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഈ ആത്മഹത്യ ചെയ്യുന്ന പല ആളുകളും വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതോടുകൂടി എല്ലാം തീർന്നു എന്നാണ്. ഞാൻ ഇല്ലെങ്കിൽ ഈ പ്രശ്നമെല്ലാം തീരുമല്ലോ? ഒരിക്കലുമില്ല. പ്രശ്നം അന്നേരം തുടങ്ങിയുള്ളൂ. ശരിക്കും നമ്മൾ ഒറ്റയ്ക്കാണ് ആത്മഹത്യ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തോട് നമ്മൾ ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ്. ഇനി അതല്ല, നമ്മുടെ കുടുംബത്തോടൊപ്പം നമ്മൾ മൊത്തമായിട്ട് ആത്മഹത്യ ചെയ്താൽ, നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ കടം വാങ്ങിക്കുകയോ എന്തെങ്കിലും നമ്മൾ തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് അത് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബം മാത്രമല്ല, അവരുടെ കുടുംബങ്ങളും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാരണം തകരുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ ജീവിച്ച് ഇതിനെ നേരിടാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. അപ്പോൾ ആത്മഹത്യ ഒരിക്കലും ഒരു സൊല്യൂഷനേ അല്ല എന്നുള്ളത് നമുക്കറിയാം. ചാണക്യനും എത്രയോ വർഷം മുമ്പ് പറഞ്ഞ ഒരു കാര്യം അത് തന്നെയാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു പ്രവണതയ്ക്ക് വളരെയധികം എതിർപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു രാജ്യത്തുണ്ടായിരുന്ന സമയത്ത് അവിടെ ആരെങ്കിലും ആത്മഹത്യ ചെയ്ത് മരിക്കുകയാണെങ്കിൽ അവരുടെ ആ ഒരു ശവസംസ്കാരം നടത്താൻ പോലും അദ്ദേഹം സമ്മതിക്കില്ലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ആ വ്യക്തി ആ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണത്. അതുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം ഭരിച്ചിരുന്ന ആ രാജ്യത്ത് നടത്തിക്കൊണ്ടിരുന്ന ഒരു നിയമം അത് തന്നെയാണ്. അപ്പം അങ്ങനെ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, ആത്മഹത്യ ഒരിക്കലും ഒരു സൊല്യൂഷൻ അല്ല. നമ്മളിനി ഒറ്റയ്ക്കാണെങ്കിൽ പോലും പലരും പറയാറുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ലേ, ഞാൻ ജനിച്ചു, ഞാൻ ജീവിച്ചു, ഞാൻ മരിക്കുന്നു, വേറെ ആർക്കും ഉപദ്രവമില്ല. തീർച്ചയായിട്ടും നമുക്കൊരു കുടുംബം ഇല്ലെങ്കിൽ പോലും ഒരു കാര്യം മാത്രം ഒന്ന് ചിന്തിക്കുക. നമ്മൾ ഒരു ഗർഭസ്ഥ ശിശുവായിട്ട് നമ്മുടെ അമ്മയുടെ വയറ്റിലിരുന്നപ്പോൾ നമ്മുടെ അമ്മയെ സഹായിച്ച ധാരാളം വ്യക്തികളുണ്ടാകും. ആ കുഞ്ഞിനെ കാണുക പോലും ചെയ്യാതെ, എന്ന് വെച്ചാൽ നമ്മളെന്ന് പറയുന്ന ആ കുഞ്ഞിനെ കാണുക പോലും ചെയ്യാതെ നമുക്ക് വേണ്ടി പല പല സഹായങ്ങളും ചെയ്ത പല വ്യക്തികളുണ്ടാവും. അതാരാണെന്ന് പോലും നമുക്കറിയില്ല. അതേപോലെ തന്നെ നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ നമ്മളെ പഠിപ്പിക്കാനും നല്ല രീതിയിൽ വളർത്താനും സ്നേഹിക്കാനും ലാളിക്കാനും ഒക്കെ ആയിട്ട് എത്രയോ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം അവരുടെയൊക്കെ മനസ്സ് വേദനിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകൾ, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് ആളുകളോട് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റല്ലേ ഇത് എന്നുകൊണ്ട് ചിന്തിക്കുക. അപ്പം ജീവിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ, അത് കാശ് കൊണ്ടുള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടുള്ള എന്തെങ്കിലും കാര്യമായിക്കോട്ടെ, അസുഖമായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ ജീവിതം ശരിക്കും സ്വയമായിട്ട് നമുക്ക് അത് എടുക്കാനുള്ള ഒരു അവകാശമില്ല. പ്രകൃതി തീർച്ചയായിട്ടും നമുക്കൊരു ജന്മം തന്നിട്ടുണ്ടെങ്കിൽ മരണത്തിനും തീർച്ചയായിട്ടും ഒരു സമയം കുറിച്ച് വെച്ചിട്ടുണ്ട്. ആ സമയം വരുന്നതിന് മുമ്പ് അത് സ്വയം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഭീരുത്വം തന്നെയാണ്. അപ്പം നമ്മൾ ഒരിക്കലും ഒരു ഭീരുവല്ല. ഒരു നേതാവാകുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ശരിക്കും ഈ പുസ്തകത്തിൽ മൊത്തം നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു നേതാവിന് തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങളിൽ നിന്നും ഓടുക എന്നുള്ളതല്ല ഒരു സൊല്യൂഷനായിട്ട് കാണേണ്ടത്. അതിനെ എങ്ങനെ നേരിട്ട് വിജയിച്ച് അതിനെ തരണം ചെയ്ത് വിജയിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വേണം ചിന്തിക്കാൻ. എല്ലാവർക്കും ഈ രീതിയിൽ ചിന്തിച്ച് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.